ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 1 കൊറിന്തോസ് 9 അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്റെ അവകാശം. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പറ്റാണോ? നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്കതിന് കൂടുതൽ അർഹതയില്ലേ? സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിനെ ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിനെ ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിനെ നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിനും പുറമേയുള്ളവരെ നേടേണ്ടതിനെ ഞാൻ അവർക്കും നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവ നിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിനെ ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിനെ ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത്. ഞാൻ തന്നെയും എല്ലാവരെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു അനുഭവ സാക്ഷ്യം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ആളൂരിൽ നിന്ന് മറ്റത്തേക്ക് പോകുന്ന റോട്ടിൽ റൈറ്റ് സൈഡിൽ ഒരു പാടത്ത് ഒരു പള്ളിയുണ്ട്. ഈ അടുത്ത് പണിതിട്ടുള്ള അടുത്തെന്ന് വെച്ചാൽ ഒരു 10 കൊല്ലമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് വരുന്നതിനേക്കാളൊക്കെ മുൻപാണ്. മറ്റത്തുനിന്ന് ആളൂർക്ക് പോകുന്ന റോഡിൽ റൈറ്റ് സൈഡിൽ ഒരു പാടത്ത് ഒരു പള്ളി. ആ പള്ളി വിശുദ്ധ മറിയം ത്രേസ്യയുടെ നാമത്തിലാണ് ആ പള്ളി. ആ മറിയം ത്രേസ്യയുടെ അവിടെ
അൽത്താരയിലുണ്ട്. ഈ പള്ളി പണിയുന്ന സമയത്ത് ആ പള്ളിയിൽ അന്നുണ്ടായിരുന്ന അത് പണിയാനായിട്ട് സഭയിൽ ബിഷപ്പ് ഹൗസിൽ നിന്ന് അധികാരം കൊടുത്തിട്ടുള്ള ആ ഫാദറും പിന്നെ വർഗീസ് ചേട്ടൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ മരുമകൻ, അമ്മയുടെ ആങ്ങളയുടെ മരുമകൻ, എൻ്റെ ഭർത്താവിൻ്റെ ജോസേട്ടൻ എന്ന് പറയും. റിട്ടയർഡായി ആളൂർ മറ്റം റോട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ ജോസേട്ടൻ ഈ പള്ളിയുടെ കാര്യത്തിൽ, ഈ പള്ളി പണിയുന്ന കാര്യത്തിലെല്ലാം ആൾ വളരെ ആക്റ്റീവായിരുന്നു. ആ നാട്ടിലുള്ള എല്ലാവർക്കും ഈ ജോസഫ് ചേട്ടനെ അറിയാം. വീട്ടും പേര് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. ജോസഫേട്ടൻ്റെ ഭാര്യ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ മകൾ, അമ്മയുടെ ആങ്ങളയുടെ മകൾ ആഗ്നസ് ചേച്ചി. അപ്പോൾ ഈ ആഗ്നസ് ചേച്ചിയും ജോസേട്ടനും ആ പള്ളിയുടെ പണിക്ക് വേണ്ടി അധികാരം ഏൽപ്പിച്ചിട്ടുള്ള ഫാദറും പിന്നെ ആ നാട്ടിലത്തെ ഒരു 2-3 പേരും, അങ്ങനെ മൊത്തം ഒരു 6-7 പേര് നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ജോസഫേട്ടൻ പറഞ്ഞു, ഓമനെ നമ്മുടെ ആ റോഡിൻ്റെ വലത്ത് സൈഡിൽ ആ പാടത്ത് ഒരു പള്ളി പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. വർഗീസ് ചേട്ടനോട് ഒന്ന് എന്തെങ്കിലും ഓമനയ്ക്ക് തരാൻ പറ്റുമോ പള്ളിയുടെ പണിക്കായിട്ട്? ഞാൻ പറഞ്ഞു, വർഗീസ് ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ജോലി സ്ഥലത്തല്ലേ, അന്ന് സൗദിയിലാണ് അറേബ്യൻ ഡ്രില്ലിംഗ് കമ്പനിയിലെ മസ്കറ്റിൽ നിന്ന് സൗദിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 10 കൊല്ലം മുൻപാണ് കേട്ടോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്, ഈ പള്ളിയിലെ പണി. ഭർത്താവ് കൂടി ഇല്ല, ജോലിയില്ലാണ് ഗൾഫിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്തിട്ട് ജോസഫേട്ടനും പള്ളി പണിയാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ള അച്ഛനും, അധികാരം ഏൽപ്പിച്ച അച്ഛനും, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ 2-3 പേര് നാട്ടിലത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മറ്റത്ത് പള്ളിയുണ്ട്, അത് കുറേ വഴി അകലക്കി പോകണം മറ്റത്തുള്ള പള്ളിക്ക്, മറ്റത്തെ ഒരു പള്ളിയുള്ളത്. അപ്പം ഈ ഒരു 45 കുടുംബങ്ങൾക്കായിട്ട് ഈ പാടത്ത് ഒരു പള്ളി ചെറുത് പണിയാനാണ് ഇവർ വിചാരിച്ച് വന്നത്. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഭർത്താവിനോട് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെല്ലാവരും അകത്ത് ഇവിടെ ഹോളിൽ ഇരിക്കുകയാണ്. ഞാൻ വേഗം പോയിട്ട് ഫോൺ കൊണ്ട് ഇവരോട് പറഞ്ഞു, ഞാൻ മോളിൽ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. മോളിൽ എന്തൊരു പ്രാർത്ഥന മുറി ഉണ്ട്, അവിടെ പോയിട്ട് വിളിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ മോളിൽ പോയിട്ട് പ്രാർത്ഥന മുറിയിൽ പോയിട്ട് ഭർത്താവിനെ വർഗീസ് ചേട്ടനെ ഫോൺ ചെയ്തു. ഇങ്ങനെ വർഗീസ് ചേട്ടൻ അച്ഛൻ്റെ മോനും അച്ഛൻ്റെ മരുമാനും മോളും ഒരു ഫാദറും ആ നാട്ടിലത്തെ മറ്റം എത്തുന്നതിനേക്കാളും മുന്നുള്ള ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു 2-3 ആൾക്കാരും നാട്ടുകാരും വന്നിട്ടുണ്ട്. എന്തെങ്കിലും പള്ളിപ്പണിക്ക് വേണ്ടി കൊടുക്കാനാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞു. ചേട്ടൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുത്ത വഴിക്ക് കൂടുതലൊന്നും ആലോചിക്കില്ല, എടുത്ത വഴിക്ക് മറുപടി പറയും. നീ നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 15,000 രൂപ എടുത്ത് 15,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി കൊടുത്തോളാൻ പറഞ്ഞു. എൻ്റെ അക്കൗണ്ടിൻ്റെ ചെക്ക് എഴുതി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. ചേട്ടൻ എത്ര തരാനോ, കുറവാണോ അധികമാണോ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. എടുത്ത വഴിക്ക് ഒരു 15,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന മുറിയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ തന്നെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഈ 15,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്താൽ മതിയോ? നിൻ്റെ ഇഷ്ടം എന്താ കർത്താവേ എന്നിങ്ങനെ ഞാൻ പറയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് തോന്നിച്ചതെന്ന് വെച്ചാൽ, ഈ പണിയാൻ പോകുന്ന പള്ളിയുടെ മുകളിൽ ഒരു കുരിശ്, സാധാരണ പള്ളികളുടെ മുകളിലെല്ലാം കുരിശുണ്ടാവും, പക്ഷേ ഇത് ഒരു പ്രത്യേകത അനുഭവപ്പെടുന്ന പോലെ ഈ കുരിശ് കാണപ്പെടുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ദൈവമേ, ചേട്ടൻ ആൾ തന്ന പൈസ കൊണ്ട് ഇത് തികയോ? ഈ കുരിശ്
എൻ്റെ വിചാരം അത് വെള്ളിയാണെന്നാണ് കാണിക്കപ്പെട്ട കുരിശ് വെള്ളിയാണെന്നാണ് പ്രാർത്ഥന മുറിയിൽ എനിക്ക് കാണപ്പെട്ട കുരിശ് വെള്ളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വെള്ളി കുരിശ് മേടിക്കാൻ കുറേ വേണം. അപ്പം എല്ലാ പള്ളികളിലൊക്കെ ഇടയ്ക്ക് ചില പള്ളികളിൽ മുകളിൽ ഇങ്ങനെ കുരിശിടും, അതൊക്കെ വെള്ളിയായിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ താഴെ വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ചേട്ടൻ 15,000 രൂപയുടെ ചെക്ക് തന്നോളാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു കുരിശാണ് കാണിക്കുന്നത് വെള്ള കളറിൽ. അപ്പോൾ ഈ വെള്ളിയുടെ കുരിശ് 15,000 രൂപയ്ക്ക് കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ ഓമനയ്ക്ക് അങ്ങനെയാണ് തോന്നിയതാണെങ്കിൽ അത് 15,000 രൂപയ്ക്ക് വെള്ളിയുടെ കുരിശ് കിട്ടില്ല, പക്ഷെ സ്റ്റീലിൻ്റെ കുരിശ് കിട്ടുമെന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും കുറവുണ്ട്, അപ്പോൾ സ്റ്റീലിൻ്റെ കുരിശ് മേടിക്കാം പള്ളിയുടെ മുകളിൽ വെക്കാനായിട്ട്, നല്ല വലുപ്പത്തിൽ നല്ല നീളം. അതിലേക്ക് എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞ പോലെ 15,000 രൂപയുടെ ചെക്ക് എഴുതി. ഈ ഓമന പ്രാർത്ഥിച്ചപ്പോൾ ഓമനയ്ക്ക് അങ്ങനെയാണ് തോന്നിച്ചതെന്ന് വെച്ചാൽ പള്ളിയുടെ മുകളിൽ സ്റ്റീലിൻ്റെ ഒരു കുരിശ് ഈ കാറ്റ് കൊണ്ട് മേടിച്ച് വെക്കാം, നല്ല ഹൈറ്റിലുള്ള ഒരു കുരിശെന്ന് ഞാൻ പറഞ്ഞു കാണപ്പെട്ടത്. അണ്ട് ഞാൻ ജോസഫനോട് പറഞ്ഞു, ഇനി ഇതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും പറഞ്ഞു. അങ്ങനെ പള്ളിയുടെ ഇനാഗുറേഷനും പള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മാത്രം തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ജോസഫേട്ടൻ്റെ 41-7 വന്നു. ജോസഫേട്ടൻ മരിച്ചു. പള്ളി പണി ഇതൊക്കെ കഴിഞ്ഞ് കുറേ കോടിയുണ്ട് നടന്നിട്ടുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് പൈസ ശേഖരിക്കാനും ജോസഫേട്ടൻ എല്ലാവർക്കും വിശ്വാസമാണ്. നല്ല മനുഷ്യൻ തന്നെ പറയാം. പട്ടാളക്കാരനായിരുന്നു, റിട്ടയർഡായിട്ട് വന്നതാണ് പട്ടാളത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഈ ജോസഫേട്ടൻ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ 7-41 ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കുർബാന ചെല്ലിക്കലെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെയാണ്, ആ പള്ളിയുടെ അവിടെ തന്നെ ഒരു ഹോളുണ്ട്, പണ്ടുണ്ട്, അവിടെ തന്നെയാണ് സദ്യ, കുർബാനയും ഓഫീസും ഇതൊക്കെ കഴിഞ്ഞ് സദ്യ കഴിഞ്ഞ് ഞാൻ പോവാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ വറീസൻ്റെ അച്ഛൻ്റെ മോളെ ആഗ്നസ് ചേച്ചീനെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം ഒരു 10-20 അമ്മ സംഘടന, വേറെ സംഘടന, എല്ലാവരും ആ കോമ്പൗണ്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പള്ളിയെ പറ്റി പറയാണ്. അപ്പം ഞാൻ പതുക്കെ അവരുടെ അടുത്ത് വന്ന് നിന്നപ്പോൾ അവർ പറയണത്, എന്നാലും ഈ പള്ളിക്ക് ഭയങ്കര ഒരു ഐശ്വര്യമുണ്ട്, ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തും നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാത്തവർ ആ വഴിക്കാണല്ലോ ബസ് പോകുമ്പോൾ നമുക്ക് കാണാം പാടത്ത്, ഈ പാടത്തിൻ്റെ പള്ളിയുടെ അവിടേക്ക് ഇങ്ങനെ വലിയ റോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് ഇങ്ങനെ കേച്ചേരി സെൻറ്ററിലേക്ക് ബസ് ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ഈ പള്ളി ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ കേച്ചേരി സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ പാടത്ത് ഈ പള്ളി കാണുമ്പോൾ ഈ ബസ്സിലുള്ളവർ നേർച്ചിട്ടാ എത്തില്ല, കുറച്ച് പാടത്തിൻ്റെ അവിടെ ഇത്തിരി വഴി കൊടുത്തിട്ടാണ് പള്ളി മണ്ണ് കയറ്റിട്ട്. അപ്പോൾ ഈ ബസ്സിലുള്ളവരെല്ലാം അവർ പറയണതാണ് ഞാൻ കേൾക്കുന്നത്. അവർ പറയാണ്, ബസ്സിൽ വരുന്നവരെല്ലാം ഈ കുരിശുമ നോക്കി കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകും ബസ്, ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം ബസ്സിലുള്ളവർ അവർ ഈ അമ്മ സംഘടനയും കുറേ പേര് കൂടി വട്ടം കൂടി സ്ത്രീകൾ പറയാണ്. അപ്പം ഞാനിതെല്ലാം ഞാൻ ഇത്തിരി അതൊന്നൊന്ന് ശ്രദ്ധിക്കുകയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ പള്ളി നല്ലൊരു എല്ലാവരുടെ എന്താവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിറവേറുന്നുണ്ട് എന്ന് മറിയം ത്രേസ്യയുടെ നാമത്തിലാണ് പള്ളി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഈ ആഗ്നസ് ചേച്ചി വറീസേട്ടൻ്റെ അച്ഛൻ്റെ മോള് ആ കൂട്ടത്തിലേക്ക് പള്ളിയിലത്തെ കാര്യങ്ങൾ സംഘടനയിലൊക്കെ ഉള്ളതാണ്. ഒരു പ്രായമായിട്ടുണ്ട്, ജോസഫേട്ടൻ തന്നെ നല്ല പ്രായമുണ്ട്. അങ്ങനെ ആ ചേച്ചി ആ ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു, ഞാനിപ്പോൾ പോവാണ്, ഞാൻ മാത്രം വന്നേക്കണേ, കുട്ടികൾ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, ഞാൻ പോവാട്ടാ, ഊണൊക്കെ കഴിച്ചു, ഓഫീസും കുർബാനയൊക്കെ മുന്നേ വന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആഗ്നസ് ചേച്ചി ഓമന നിൽക്കവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആഗ്നസ് ചേച്ചി ഈ ഇത്രയും ജനങ്ങൾ, അതായത് അപ്പോൾ ആഗ്നസ് ചേച്ചി എന്തോ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും വേറെ ആൾക്കാരൊക്കെ
ആ നാട്ടിലത്തെ ഒരുവിധം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഈ 45 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പള്ളി മറ്റത്തുനിന്ന് ഈ പള്ളിയിലേക്ക് വേണ്ടിയിട്ട് വരാനും വന്നത്. അങ്ങനെ ഈ എല്ലാവരും ആഗ്രഹ ചേച്ചി എന്തോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി. അപ്പോൾ ആഗ്രഹ ചേച്ചി പറഞ്ഞാൽ ഒന്നും കണ്ടുന്നില്ല. ഞാൻ ഇവർ പറയുന്നതെല്ലാം കേട്ട് എനിക്ക് സന്തോഷമായി. ദൈവത്തിനുള്ളിൽ നന്ദിയും പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന മുറിയിൽ തോന്നിപ്പിച്ചത് ദൈവമേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കിളിന് മരിച്ചുപോയ വൈദികനാവണേക്കാളും മുന്നേ മരിച്ചുപോയ അങ്കിളിനോടും സാക്ഷാൽ ദൈവത്തോടും ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ അവിടെ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ ആഗ്നസിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരോടായിട്ട് പറയണേ, എൻ്റെ അമ്മായിയുടെ മരുമകളാ ഈ ഓമന. ഞങ്ങൾ ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി ആ വീട്ടിലേക്ക് പോയിരുന്നു. എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അതായത് പറയും ചേട്ടൻ ആഗ്നസിച്ച് പറയണേ, ചേട്ടൻ 15,000 രൂപയാണ് തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ചേച്ചി ഓമന പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ്, വെള്ള കളറിലുള്ള കുരിശ് എന്നാണ് കാണിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ ചെക്ക് എഴുതി 15,000 രൂപ തരാൻ വേണ്ടിയിട്ട് വിചാരിച്ചപ്പോൾ ഒരു കുരിശാണ് കാണിച്ചത്. അപ്പോൾ ഈ കുരിശ് ഓമനയ്ക്കറിയില്ല സ്റ്റീലിൻ്റെന് 15,000 കൂട്ടോ വെള്ളിയിലേന് ഏതാ കുരിശ് വെള്ള കളറ് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓമനോട്, ഓമനെ 15,000 രൂപയ്ക്ക് വെള്ളിയിലെ കുരിശ് കിട്ടില്ല, എത്രയും ഹൈറ്റിലുള്ളത് സ്റ്റീലിൻ്റെ ആവും ദൈവം തോന്നിച്ചത്. അപ്പോൾ സ്റ്റീലിൻ്റെ തന്നെയാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഹൈറ്റ് ആയിക്കോട്ടെ, ഈ സ്റ്റീലിൻ്റെ കുരിശ് മേടിക്കാനായിട്ട് തികയാത്ത പൈസ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, വരീസേട്ടൻ നാട്ടിലില്ല ജോലി സ്ഥലത്താണ്, അപ്പം ഞാൻ തന്നോളാം എന്ന് അവരോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയെന്ന് ഈ കണ്ട ജനങ്ങളോട് പറയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ആരും അറിയാതെ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റിയത് എങ്കിൽ ദൈവം തന്നെ അതെല്ലാവരെയും അറിയിക്കുന്നുള്ള പോലത്തെ കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബൈബിളിലുണ്ട്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് തിന്മയായി ഭവിക്കുന്നു, നന്മയാണ് ഞാൻ ഇച്ഛിച്ചത് പക്ഷേ തിന്മയായി ഭവിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട് അവിടെ, അത് നിങ്ങളുടെ ഉള്ളിലെ പാപമാണ്. പാപം എന്ന് വെച്ചാൽ നമ്മൾ നന്മ പലതും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഞാൻ വലിയ ആളാണ്, ഞാൻ ഇത്രയ്ക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ട്, എന്നെ എല്ലാവരും ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട് എന്നെ ബഹുമാനിക്കണം, ആ രീതിയിലുള്ള ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ആളാവണം, ആ രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്, നന്മ ചെയ്യുന്നവരും ഉണ്ട്. അത് അവരുടെ ഉള്ളിലെ ഒരു ഈഗോ, മനുഷ്യരുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഈഗോ ആണ്. ആ ഈഗോ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമാണ് നമ്മളിൽ ഇത് നടത്തിയതും ദൈവം വിചാരിച്ചില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും മനസ്സിൽ വിചാരിച്ച് വലത് കൈ അറിയുന്നത് ഇടത് കൈ അറിയുന്നത് വലത് കൈ അറിയരുത് എന്നുള്ള രീതിയിൽ ദൈവമഹത്വത്തിനായി നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും മൗനമായിക്കൊണ്ട് നമ്മൾ ചെയ്തു തീർത്ത് എനിക്ക് അവിടെ ഒരു സ്ഥാനമില്ല, എന്നിലൂടെ ചെയ്യുന്ന ദൈവം തന്നെയാണ് എന്നിലൂടെ അത് നടത്തി തന്നത്, ദൈവമാണ്, ദൈവത്തിന് നന്ദി, അങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാനെന്ന ഭാവമില്ലാതെ ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ എല്ലാവരും ബഹുമാനിക്കണം, അങ്ങനെയുള്ള ചില നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു ഇതാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ദൈവമഹത്വത്തിനായി എന്തു ചെയ്താലും അത് ഐശ്വര്യമായി ഭവിക്കും. അതെല്ലാം എനിക്ക് കുറേ കൊല്ലങ്ങളോളായിട്ട് എനിക്കറിയുന്നൊരു കാര്യമാണ്. ഈ ബൈബിളിലത്തെ ആ വാചകം ഇന്ന് ഞാൻ കാലത്ത് വായിച്ചപ്പോൾ നന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി തിന്മയായി ഭവിക്കുന്നു. അത് വായിച്ചപ്പോൾ എനിക്കിത് പറയുന്നത് തോന്നി, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വൈദികനാവാൻ സാധിക്കാതെ മരിച്ചുപോയ ഒരു അങ്കിളിനെ പറ്റി ഞാൻ ഇവിടെ പറയും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇതിൽ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ അങ്കിള് നിന്ന് ആ അങ്കിളിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഈ ഭൂമിയിൽ
സഭയിൽ ഒരു പുരോഹിതൻ ജീവിച്ചിരിക്കുന്നു. പ്രായം ഇല്ല, ചെറുപ്പമാണ്, 33 വയസ്സ് ആകാൻ പോകുന്നേ ഉള്ളൂ. 1-2 മാസത്തിനുള്ളിൽ 33 വയസ്സ് ആകുവാൻ പോകുന്നതേ ഉള്ളൂ. എന്തോ എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉറക്കത്തിലും സ്വപ്നത്തിലൊക്കെ ആ പുരോഹിതനെ എനിക്ക് കാണിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ മരിച്ചുപോയ 33 വയസ്സിൽ മരിച്ചുപോയി, പട്ടം കിട്ടുന്നതിനേലും പിന്നെ മരിച്ച എൻ്റെ അങ്കിൾ കുറേ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. സെമിനാരിയിലെ വയസ്സായ പടയാറ്റി പിതാവ് എല്ലാവർക്കും അറിയാം. ആ ലെറ്ററൊക്കെ ഞാൻ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്. ആ വൈദികൻ്റെ എന്നെ പറ്റി ഞാനിങ്ങനെ ഓർത്തപ്പോൾ ഈ ഒരു വൈദികനെ എനിക്ക് കാണിക്കുന്നു. എൻ്റെ അങ്കിളിനെ കുറിച്ച് ഞാൻ ഓർത്ത് കിടന്നു കഴിയുമ്പോൾ ചിലപ്പോഴല്ല, ഈ പുരോഹിതനെ എനിക്ക് ഈ ചെറുപ്പം, വാസ്തവം പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് തന്നെ 38 വയസ്സായി, എൻ്റെ മൂത്ത പേരക്കുട്ടിക്ക് 15 വയസ്സായി. അപ്പോൾ അങ്ങനെ ഞാൻ കാണുന്നു. അപ്പോൾ മനസ്സിൽ ഞാൻ വിചാരിക്കും, എൻ്റെ അങ്കിളുടെ സ്ഥാനത്ത് വന്നതാണോ, അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ പുരോഹിതനെ അറിയില്ല സംഭവങ്ങളൊന്നും. എൻ്റെ മനസ്സിലുള്ള വിചാരം ഞാൻ അറിയിച്ചു. അങ്ങോർക്ക് അറിയുമോ അറിയില്ലേ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അത്രമാത്രം. എടവക പള്ളിയിൽ ഒരു കൊല്ലം പുരോഹിതനായിട്ട് ഇരുന്നിട്ടുമുണ്ട്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ 95 മുതൽ, ഞാനിവിടെ ഗൾഫിൽ നിന്ന് 95 മുതൽ ഞാൻ എല്ലാ ദിവസവും കുർബാന കാണുന്നതാണ് നെല്ലിക്കുന്ന് എടവക പള്ളിയിൽ, എൻ്റെ എടവക പള്ളിയിൽ. അപ്പോൾ അവിടെ ഒരു കൊല്ലം ഇരുന്നിട്ടുമുണ്ട്. എന്തായാലും ഞാൻ അച്ഛന് എൻ്റെ മനസ്സിലുള്ള ഈ ചിന്താഗതി അറിയുമോ എന്തോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അങ്കിളുടെ ഒരു സ്ഥാനം ആ അച്ഛനുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു തീർച്ച ഉണ്ടെന്ന് മാത്രം. എന്തായാലും പേര് പറയാനോ വെളിപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണ് എന്നുള്ളത്, പുരോഹിതൻ്റെ മനസ്സിലെന്താണ് ഉള്ളത് എന്ന് എനിക്കറിയില്ലല്ലോ. എന്നോടൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. ദൈവം വെളിപ്പെടുത്തുകയാണെങ്കിൽ വെളിപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അത് അങ്ങനെ തന്നെ എൻ്റെ മരണം വരെ ഇരിക്കട്ടെ. അത്രയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കുരിശിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ ഈ കാര്യം 14-ാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഞാനിത് പറയണമെന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. അതുപോലെ തന്നെ ഈ അങ്കിള് ക്ഷയരോഗം വന്ന് മരിക്കുന്നതെന്ന് എന്നെ ഉറക്കിക്കെടുത്തി ഒരു കുരിശ് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളതെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നെ ഉറക്കിക്കഴിഞ്ഞു. അപ്പോൾ അമ്മയും എൻ്റെ ചേച്ചിയും കാണാൻ ചെന്നപ്പോൾ ഈ ശ്വാസം കൂട്ടി വെച്ച് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയ എൻ്റെ അങ്കിള് ഇവരോട് പറയുന്നുണ്ട് കൊച്ചിനെ എടുത്ത് മാറ്റി കിടത്താൻ. അവിടെ നിന്ന് ഒത്തിരി കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം നിലച്ചു. കൊച്ചിനെ കട്ടിലൊന്നും എടുത്ത് മാറ്റി കിടത്താൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്കിളിന് ക്ഷയമായിരുന്നു. ഇനി ആ കൊച്ചിനത് പകരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, അതായത് എനിക്ക് എന്നെ മാറ്റി കിടത്താൻ പറയുന്നത്. അപ്പോൾ ഇത്രയല്ല ഈ കുരിശിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. നമ്മൾ ചെയ്യുന്ന നന്മ നമ്മൾക്ക് ആരോടും പറയേണ്ട കാര്യമില്ല, ആർക്കും നമുക്ക് അതിൻ്റെ ക്രെഡിറ്റും വേണ്ട. എല്ലാം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം അത് ആരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയോളൂ. നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു, ആ സംഭവം അതാലെ തീർന്നു. പിന്നെ അതിനെക്കുറിച്ച് എന്നെ നമ്മൾ ചെയ്തതിനെക്കുറിച്ച് എന്നെ വിലമതിക്കണം, എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ദൈവത്തിനല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, നമുക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏത് കാര്യങ്ങളും തെറ്റാണ്, ശരിയല്ല. നമ്മുടെ ഭവനത്തിൽ നമ്മളെ അധികാരപ്പെട്ടവർ ആരും ഉണ്ടെങ്കിലും
തെറ്റാണ് ഒരു കാര്യം, ദൈവത്തിന് നിരക്കാത്ത പോലത്തെ കാര്യമാണ് പ്രവൃത്തിയിലും പറയച്ചലിലും ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പനല്ലേ, നമ്മുടെ അമ്മയല്ലേ, നമ്മുടെ ഭർത്താവല്ലേ, അങ്ങനെ വിചാരിച്ച് നമ്മൾ അതിന് തൂക്കം കൊടുക്കരുത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി തെറ്റാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കേണ്ട. അവിടെ നമ്മൾ നമ്മുടെ ഭർത്താവായാലും അമ്മയായാലും അപ്പനായാലും സഹോദരനായാലും അവിടെ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കഴിഞ്ഞിട്ടേ ഇവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർ സ്വീകരിക്കേണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ പാഠപുസ്തകം ഇംഗ്ലീഷ് പാട്ടൊക്കെ ഉണ്ട്, കുറേ വർഷം പഴക്കമുള്ളതാണ്. അതായത് 1964 മരിച്ച മരിച്ചുപോയ എൻ്റെ അങ്കിളിൻ്റെ റൂമിൽ നിന്ന് കാൽവരി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെ മോൻ ക്ലീറ്റസ് ബ്രദറിൻ്റെ കയ്യിൽ നിന്ന്, ക്ലീറ്റസ് ബ്രദറിൻ്റെ മരണസമയത്ത് 2 ദിവസം മുന്നേ ഞാൻ ചെന്നപ്പോൾ, അതിനേലും മുന്നേ ഞാൻ ചെന്നപ്പോൾ, മരിക്കുന്നതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ അങ്കിളിൻ്റെ റൂമിൽ നിന്ന് എൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെ മോൻ, എൻ്റെ അമ്മയുടെ അങ്കിള് ക്ഷയരോഗമായി വൈദിക പട്ടം കിട്ടുന്നതിന് മുന്നേ മരിച്ച അങ്കിളുടെ റൂമിൽ നിന്ന് കാൽവരി ആശ്രമത്തിലുണ്ടായിരുന്ന ബ്രദറാണ് എൻ്റെ ക്ലീറ്റസ് ബ്രദർ. ഞാൻ അച്ഛൻ എന്ന് വിളിക്കുന്നു. അച്ഛനാണ് ലാസ്റ്റ് സമയം. അച്ഛൻ 90 വയസ്സിലായിട്ടാണ് മരിച്ചത്, ക്ലീറ്റസ് അച്ഛൻ. ആ അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ് മരിക്കുന്നതിനേക്കാളും തൊട്ട മുന്നേ, അല്ലാണ്ട് അതിലും കുറച്ച് മുന്നേ ഈ ബുക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് മോളുടെ മാണി അച്ഛൻ്റെ റൂമിൽ നിന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പട്ടാളത്തിൽ നിന്ന് വന്ന് കാൽവരിയിൽ ബ്രദറാവാനായിട്ട് തന്നപ്പോൾ അങ്കിളിൻ്റെ റൂമിൽ നിന്ന് കിട്ടിയത് ഞാൻ എടുത്തതാണ്. ഈ ക്ലീറ്റസ് അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഏൽപ്പിച്ചു. അതിലത്തെ ഒരു ഇംഗ്ലീഷ് പാട്ടാണ്, ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല, കിട്ടിയ ട്യൂണിൽ പാടുന്നു എന്ന് മാത്രം. From the dead, and he is Lord. Every knee shall bow, every tongue you, that Jesus Christ is Lord. He is Lord. He is Lord. He from the dead, and he is Lord. Every knee shall bow, every tongue you, that Jesus Christ is Lord. He is my Lord. He has risen from the dead, and he is my Lord. Yes, my knee shall bow and tongue you, that Jesus Christ is Lord. He is my Lord. He is my Lord. He has risen from the dead, and he is my Lord. Yes, my knee shall bow and tongue you, that Jesus Christ is Lord. That Jesus Christ is Lord. ഇംഗ്ലീഷ് അത്രയൊന്നും സംസാരിക്കാനൊന്നും കഴിവില്ല. പ്രൊനൗൺസേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ്.